അതെ നമ്മൾ ഇത്രയും കൊല്ലമായി യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ഇതുവരെയായിട്ട് കൂൺ ബിരിയാണി ഉണ്ടാക്കിയിട്ടില്ല. കൂണ് ഞാൻ വാങ്ങിച്ചോടുന്നുണ്ട്. ഇന്ന് ജഗുവിന് മുടക്കാണ്. മറ്റേ കാലത്ത് തൊട്ട് ഭയങ്കര മഴയായിരുന്നു. ഇപ്പൊ മഴ മാറി അടുക്കളയിൽ പാചകം ചെയ്യാനൊക്കെ സെറ്റാക്കിയതാ. അപ്പൊ മഴ മാറി നല്ല കാലാവസ്ഥ, നല്ല ഇളം കാറ്റ്. അപ്പൊ ഞാൻ പുറത്തേക്ക് ഇറങ്ങി. പിന്നെ അത് മാത്രല്ല, ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുക്കറിലാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. കുക്കറിൽ ബിരിയാണി ഉണ്ടാക്കാൻ വെറും 5 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കാവുന്ന ഒരു ബിരിയാണി നിന്ന് തപ്പിപ്പോയത്. അപ്പോൾ ഒരു ഹോം കുക്കിംഗ് എന്നാണ് പറഞ്ഞത്. ഒരു ഹിന്ദി ചാനലാണ്. 35 ലക്ഷത്തിന് മീതെ സബ്സ്ക്രൈബേഴ്സൊക്കെ ഉണ്ട്. അതിൽ നമ്മളൊരു കൂൺ ബിരിയാണി കണ്ടു. അപ്പം അതിലത്തെ എല്ലാ ഘടകങ്ങളും എടുക്കണില്ല. ചില നമ്മുടെ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട്. കളഞ്ഞില്ലേ കഞ്ഞിങ്കലം? അല്ല, ചിലത് വേണം അതുപോലെ തന്നെ എടുക്കണ്ടേ. എപ്പോഴല്ലേ അതിന്റെ ടേസ്റ്റ് കറക്റ്റ് ആയിട്ട് നമുക്ക് അതിന് വ്യത്യാസമൊന്നുമില്ല. പറഞ്ഞ സാധനങ്ങൾ കരിഞ്ഞു കൊടുത്തു എന്നല്ലാണ്ട് എനിക്ക് ഇതുമായിട്ട് നേരിട്ട് യാതൊരു ബന്ധവും ഇല്ല കേട്ടാ. അപ്പൊ കുക്കറിലാണ് നമ്മൾ ബിരിയാണി ഉണ്ടാക്കുന്നത്. അത് നല്ല രസമുള്ള ബിരിയാണി ആയിരിക്കും. നമ്മൾ എടുക്കുന്നത് അരി എന്ന് പറഞ്ഞാൽ വില കൂടിയ അരിയാണ് കേട്ടോ. ഹെറിറ്റേജിന്റെ ബസ്മതി പ്ലാറ്റിന അരിയാണ്. 1 കിലോയ്ക്ക് 269 രൂപ 1 കിലോയ്ക്ക്. അങ്ങനെ പറയാം, വില കൂടിയ ഇതാണ് എന്നൊക്കെ പറയണത്. അങ്ങനെയുള്ളത് ചേട്ടാ ഷേവ് ചെയ്താ എന്തുട്ടത് അവിടെ ഇവിടെയൊക്കെ കുറച്ചീശ്വരാകുമ്പോ ദ്വീപുകൾ പോലെ ലക്ഷദ്വീപും മറ്റേ ആൻഡമാൻ നിക്കോബാർ ദ്വീപൊക്കെ പോലെയാണ് ചേട്ടന്റെ. അപ്പൊ നമ്മള് ഇവിടെ മേശാമ്പിലാണ് ശരിയാക്കുന്നത്. കണ്ണാട വെച്ചിട്ട് ഷേവ് ചെയ്തൂടെ? അതെ, അതൊന്നും കുഴപ്പമില്ല. ഷേവിങ്ങിനൊന്നും പ്രാധാന്യമില്ല. ബിരിയാണി നന്നാവോ എന്നുള്ളതാണ്. ഇത് ഭയങ്കര റിസ്ക് പിടിച്ചിട്ടുള്ള ബിരിയാണി കേട്ടാ. കുക്കറിൽ വെക്കുമ്പോൾ ഏറ്റവും കാര്യം ശ്രദ്ധിക്കേണ്ടത് ഏറ്റവും കാര്യം ശ്രദ്ധിക്കേണ്ടത് തരുതെന്നറിയോ? വേവ് കറക്റ്റ് ആവണം. അപ്പൊ നമ്മൾ ഈ അരിയിൽ 2 കപ്പ് അരി എടുക്കാൻ പോകും. അതില് ഇതാണ് ഉണ്ടാക്കിയത്. ചേട്ടന് ഇഷ്ടമുള്ള മാറ്റങ്ങൾ വരുത്താല്ലേ, പറയണ മാറ്റം വരുത്താൻ പാടില്ല. ഇത് ഭയങ്കര വില കൂടിയ അരി കൊണ്ട് ചേട്ടൻ അന്ന് നമ്മൾ പഴക്കം കൂടും തോറാണ് ഈ കളറ്. നല്ല കളറാ. അപ്പോഴാണ് കൂടാന്ന് ചേട്ടാ. അപ്പൊ അതിൽ ഉണ്ടായിട്ട് ബാക്കിയൊക്കെ ഉണ്ടായിട്ടാ. വെള്ളം ഒഴിക്കുമ്പോ അത്രയ്ക്ക് എടുക്കാൻ അളന്നാ മതി. ഒരു സ്വല്പം ബാക്കി വെച്ചിട്ട് ഒരു 1/2 കപ്പിന്റെ കൂടിയുണ്ട്. അപ്പൊ 2.5 കപ്പ് അരി എടുക്കുന്നുണ്ട് കേട്ടോ. 2.5 കപ്പ്. ഇതിനി കഴുകിയിട്ട് 30 മിനിറ്റ് നേരം വെള്ളത്തിലിട്ട് വയ്ക്കണം. 1/2 മണിക്കൂർ. 30 മിനിറ്റ് എന്ന് പറഞ്ഞാൽ 1/2 മണിക്കൂർ. വാ എനിക്ക് ഓടി നടന്ന് പണിയെടുക്കാൻ തോന്നാ. ഈ വർഷകാലം പാടി ചേട്ടനെല്ലാം ഓടി നടക്കാൻ തോന്നണേ. ഞാൻ എന്തിനാ ഓടണേ? അതായത് വർഷകാലാകുമ്പോൾ നമുക്ക് ആകെ മൊത്തത്തിൽ നമ്മളൊരു ഗ്ലൂമിയാവുമല്ലോ. എല്ലാവരും വീടിൻ്റെ ഉള്ളിൽ അടച്ച് കൂടിയിരിക്കുക. അപ്പോൾ നമുക്കൊരു തണുപ്പമട്ടായിരിക്കും. നമ്മുടെ മനസ്സും ശരീരം ഒക്കെ തണുപ്പമട്ട. ഒന്നും ചെയ്യാൻ തോന്നില്ല. അന്ന് ചില രോഗങ്ങൾ ഏറ്റവും കൂടുതൽ വരുന്ന ടൈമാണ്. അല്ല, നമ്മള് മഴ അങ്ങനെ അടുപ്പിച്ച് കുറേ സമയം ഇരുട്ട് കുത്തി നിന്ന് പെയ്ത് കഴിയുമ്പോഴേ ഒരു ഇങ്ങനെ ഒന്ന് മാനം തെളിയില്ലേ. അപ്പൊ നമുക്കൊരു സുഖ പുറത്തേക്ക് ഇറങ്ങാൻ. അതന്നെ, ആ സുഖമാണ് ഇപ്പൊ ഞങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. മഴ കൂടുതലല്ല നടന്നേ. പുല്ലൊക്കെ വെട്ടാറായി. പുല്ല് വന്ന വരവ് നോക്കി, ഇതിന്റെ ഒക്കെ ഒരു വലിപ്പം നോക്കിയേ. ഭയങ്കര ചേച്ചിമാരെ വിളിക്കാറായി. കളപ്പുല്ല് നിറഞ്ഞു. നമ്മൾ സാധാരണ എപ്പോഴാണ് ഇങ്ങനെ അരി കൂടുതൽ കഴുകുക എന്ന് പറഞ്ഞിട്ടാണ് ഇവിടെ സരിതയാണ് വീഡിയോ തുടങ്ങാറ്. ഇത് കൂടുതലില്ലല്ലോ, ഇത് ആകെ 2.5 കപ്പ് അരിയാണ് നമ്മൾ എടുക്കുന്നത്. പരിപാടി ഇനി ഒന്നുമില്ല. ഈ മിക്സിയിലടിക്കുക സാധനം പെട്ടക്കപ്പെട്ട. ഈ അരി മിക്സിയിലടിക്കൂ? ഈ അരി മിക്സിയിലടിക്കില്ലേ? വല്ലവരും മിക്സിയിലടിക്കും. ഭയങ്കര ബോധം. എനിക്ക് ബോധമില്ല എന്ന് വിചാരിച്ചേ. ഇപ്പൊ വിളിക്കും ബോധമില്ല. മിക്സിയിലടിക്കും വല്ലവരും. ഇനി മിക്സിയിൽ ജാർ എടുക്കാന്നാണ് പറയാൻ പോണത്. ഇതേ വാ, നീ ഇങ്ങോട്ട് വന്നേ. മിക്സിയിൽ ജാർ എടുക്കൂ. കണ്ട എന്റെ ബിരിയാണി ദൈവങ്ങളെ. പറഞ്ഞ ഇതുമേ കൂടെ നടന്നാ മതി. എന്നിട്ട് അതുമ്മ നടക്കണോടെ തന്നെയാണ് ഈ മേശിട്ടേക്കണത്. ഞാൻ ചേട്ടനേക്കാള് ഹൈറ്റ് ഉണ്ടാ? നീ മുട്ടി ചെരുപ്പിട്ടോണം. ഞാൻ കൂടിയില്ല നിൽക്കണത്. നമുക്ക് തുടങ്ങാട്ടാ. ഇങ്ങോട്ട് കുക്കർ കൊണ്ട് അല്ല, കുക്കറല്ല, ക്യാമറ കൊണ്ടുപോട്ടാ. ഇതാട്ടാ 2, 3, 5, 6 വെളുത്തുള്ളിയിലെ അല്ലിടാ. പിന്നെ കുറച്ച് ഇഞ്ചിയുടെ ഇത് കഷ്ടട. ഒരു 3, 4 പച്ചമുളക് ഇടണു. പിന്നെ പുതിനല ഒരു പിടി. 1 മിനിറ്റ്. നഹി
അല്ല മിക്സിയിൽ അടിക്കേണ്ടതല്ല, അല്ലാത്തത് അരിയണ്ടേ? അത് പിന്നെ അരിയാം. ഇത് മല്ലിയിലല്ല ഒരിത്, പിന്നെ 2-3 ടീസ്പൂൺ നാളികേരം ചെരിയിട്ടാ. നമുക്കത് അവരെ ബിരിയാണി ഇഷ്ടപ്പെട്ടത് കൊണ്ടാണ് ഞാൻ ഇപ്പം ഇങ്ങനെ ചെയ്യുന്നത് കേട്ടാ. പിന്നെ ഇതിൽ ചെറിയ മാറ്റങ്ങൾ വരുന്നത്, അവർ ഈ മിളകിൻ്റെ കുഴമ്പാണ് ഉപയോഗിക്കുന്നത്, നമ്മൾ മുളക് പൊടിയാണ് ഇടുന്നത് കേട്ടാ. മുളക് വേണമെങ്കിൽ ഇപ്പൊ വെള്ളത്തിൽ അല്ലെങ്കിൽ ചൂടുവെള്ളത്തിൽ കുതിർത്തി അരച്ചിട്ടുണ്ടാവും. അത് ചെയ്യായിരുന്നു നമുക്ക്. എന്തിനു ചെയ്യുന്നു? അപ്പൊ അതിൻ്റെതായ ഒരു ടേസ്റ്റ് കിട്ടുമല്ലോ. അതിന് വ്യത്യാസം ഉണ്ടാവും ടേസ്റ്റിന് ഈ മുളക് പൊടി ഇടുന്നതിനേക്കാളും. പിന്നെ ഒരു സ്വല്പം കാശ്മീരി മുളക് പൊടി ഇടുന്നുണ്ട്, അത് എൻ്റെ ഇഷ്ടത്തിന് ഇടുന്നതാണ് കേട്ടോ. അങ്ങനെ 2-3 ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ. പിന്നെയുണ്ട് കുറച്ച് കാര്യങ്ങൾ കൂടി ഉണ്ട്. കഴിഞ്ഞു. ഇത് മിക്സിയിൽ അരയ്ക്കണം. ഇത് കുഴമ്പ് പോലെ ആയില്ലെങ്കിൽ ഒരു പൊട്ട് വെള്ളം കൂടിയും, ഒരു പൊട്ട് വെള്ളം 2 ടീസ്പൂൺ വെള്ളം ഒഴിച്ചിട്ട് അരച്ചിട്ട് കൊണ്ടു. കഴിഞ്ഞു, പരിപാടി കഴിഞ്ഞു. അത് അരച്ചു കൊണ്ടാൽ മതി. സരിത അരച്ചുകൊണ്ടിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് ഒഴിക്കേണ്ടി വന്നു അരയാൻ വേണ്ടിയിട്ട്. എങ്ങനെയാക്കിട്ടാ കുഴമ്പ് പറ്റത്തില്. അപ്പോൾ അതിന് മുന്നേ നമുക്ക് ഈ കൂണൊന്ന് അരിഞ്ഞു വയ്ക്കാം കേട്ടാ. കൂണ് 400 ഗ്രാം കൂൺ എടുത്തിട്ടുണ്ട് കേട്ടാ. അതേ, ഞാൻ ഇതിങ്ങനെ ഇത്തിരി വലിപ്പത്തിലാണ് അരിയുന്നത് കേട്ടാ. ഞാനതല്ല, ആ പെണ്ണ് നല്ല രസമല്ല അരിയാനായിട്ട് കൂണ്. കട ഇങ്ങനെ അരിഞ്ഞാ ആ പെണ്ണേ ചേട്ടനടപ്പത്ത് വെച്ചിട്ട് വലുത് അരിഞ്ഞോ. അല്ലല്ല, അത് അരിഞ്ഞോ. ഞാൻ അടുപ്പത്ത് വയ്ക്കാൻ പനിയാ. മഴ പെയ്യുമ്പോഴേക്കും 1 കപ്പ് കൂണിലേക്ക്, അല്ല 1 കപ്പ് അരിയിലേക്ക് 400 ഗ്രാം കൂണെടുത്തോണ്ട്. അതെനിക്കൊരു പോരായ്മയായി തോന്നി. പോരായ്മയാ, വലിയ കൂൺ കൂടുതലുണ്ടാവും. അപ്പോ കൂടുതലായി ചോറ് തീരില്ല. മനസ്സിലായ? ചോറ് അത്യാവശ്യം വേണ്ടേ. നമ്മളെപ്പോഴും ചെയ്യുമ്പോഴേ ഇതിന്റെ രീതി അങ്ങനെയാവും കാണിങ്ങ. എന്റെ പോക്കറ്റിൽ ഈ സാധനം ഉണ്ടല്ലോ, എന്താ ഞാനൊക്കെ കറക്റ്റ് എഴുതി വെച്ചിട്ടുണ്ട്. തെറ്റാൻ പാടില്ല നമുക്ക്. നമ്മളിങ്ങനെ ഓരോ വീഡിയോകൾ കാണൂട്ടാ, 2 മിനിറ്റ് കൊണ്ട് ഈസി കറി. ആ വീഡിയോ ഒരു 25 മിനിറ്റ് ഉണ്ടാവും. അതങ്ങനെയാണ്. ചില കറികളൊക്കെ കാണുമ്പോൾ തന്നെ നല്ല എളുപ്പമുള്ളത് തന്നെയാവൂട്ടാ. ചിലത് നല്ല കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളത്, അതിൽ നല്ല രസമായിരിക്കും കമൻസ് വായിക്കുക അതിൻ്റെ. അതങ്ങനെ തന്നെയാണ് ചില കാര്യങ്ങൾ. പക്ഷെ വ്യൂസ് കിട്ടും. കാരണം ആളുകൾക്ക് ഈ എളുപ്പത്തിലുള്ള സാധനങ്ങളാണ് വേണ്ടത്. ഇപ്പോൾ 5 മിനിറ്റ് കൊണ്ടൊക്കെ ഒരു കൂട്ടാൻ വയ്ക്കാൻ പറ്റിയ ഏറ്റവും കൂടുതൽ യൂട്യൂബിൽ സെർച്ച് ചെയ്യണത് അതോ ഈസി റെസിപ്പികൾ എന്ന് പറഞ്ഞിട്ടേ. ബിരിയാണി വളരെ എളുപ്പത്തിൽ വെക്കാൻ ആളുകൾക്ക് വളരെ താല്പര്യമാണ് ചെയ്യാനായിട്ടേ. ഒരു നീ ഗണ്ണെടുത്തോണമെന്നില്ലേ? ഒരു മഴയുടെ ഒരു അന്തരീക്ഷം വന്നു. പതുക്കെ ചെയ്യണല്ലോ. ഞാൻ എന്നോട് സ്വയം പറയാണ് സ്ലോലി ചെയ്താൽ മതി. സ്ലോ. മഴ വരുന്നെന്ന് തോന്നി കഴിഞ്ഞാൽ പിന്നെ ചെയ്യുന്നതും പറയുന്നതും എല്ലാം യാന്ത്രികമായിരിക്കും. മൈ ഫോൺ നമ്പർ ഈസ്. നമ്മൾ സരിത അരിയാണ്, നമ്മൾ അരിയാണ്. ഇത് കുക്കർ അടുപ്പത്ത് വയ്ക്കുന്നു കേട്ടോ. ഇത് ജഗുന് ഷൂട്ട് ചെയ്യുന്നുണ്ടായി. ജഗുന് ഇതിലേക്ക് എത്തുമോ? വേണമെങ്കിൽ അച്ഛത്തേക്ക് നീക്കാം. എത്തോന്നാ ജഗുന് ചേട്ടൻ അങ്ങനെ ഇതാക്കും. അവന് സുഖമായിട്ട് എത്തും. ഹൈറ്റ് വെച്ചു. ഹൈറ്റ് വെക്കുന്നതല്ല മെയിനായിട്ട് കാര്യം ഞാൻ പറയണത്. അതിലേക്ക് ക്യാമറ കൊണ്ടുവരാൻ പറ്റില്ലെന്ന്. ഞാനേ ഇതിലേക്ക് ഓയിൽ വാങ്ങിച്ചത് ഇങ്ങനെ ബോട്ടിൽ വാങ്ങിച്ചു. ഇതിൻ്റെ തുറന്ന ശരി. അതായത് ഈ കഴുകിണ്ടായിരുന്ന അടിപൊളി കഴുകിയതാ. ഒന്നും ചെയ്യണ്ട. സമാധാനായിട്ട് എൻ്റെ കൈ പോവേ. ഇങ്ങനെ പറ്റില്ലോ. ശരി, തുറന്നിട്ടാ. തുറന്നു. ഇങ്ങനത്തെ ഇത് കണ്ട. ഈ സൺഫ്ലവർ ഓയിലേ വാങ്ങിക്കുമ്പോൾ ഒരു കുഴപ്പമുണ്ട് കേട്ടാ. നമ്മൾ ബോട്ടിലാക്കി വയ്ക്കരുത്. അപ്പം അതിൻ്റെ ഉള്ളിൽ ചെറിയ തീരാക്കാട്ടെ നമുക്ക് പരിപാടി.
തുടങ്ങട്ടെ വീഡിയോ? എന്നോടാ ചോദിക്കുന്നത്? ആ അല്ല ഇത് തുടങ്ങാം. തുടങ്ങൂ, എല്ലാവിധ അനുഗ്രഹങ്ങളും. നമ്മുടെ കുക്കറിലേക്ക് നമ്മൾ ആദ്യം തന്നെ ഒരു 2 ടീസ്പൂൺ, 2 അല്ല ഒരു 3 ടീസ്പൂണിൻ്റെ അടുത്തിട്ടാ നെയ്യ് ഒഴിച്ചു. പിന്നെ ഏകദേശം 1 ടേബിൾ സ്പൂണോളം സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ടാ, 2 ഒഴിച്ചു. ഇനി നമ്മൾ ഇതിലേക്ക് 2-3 ഏലക്കായ, ഒരു തക്കോലം, 2-3 കരയാമ്പൂ, പിന്നെ കറുവപ്പട്ട, ഒരു ബേ ലീഫ് ഇതിടുന്നു കേട്ടോ. ബാച്ചിലേഴ്സുകൾക്കാണ് ഇങ്ങനത്തെ ബിരിയാണി ഉണ്ടാക്കാനായിട്ട് താല്പര്യം കൂടെ. ഈ ഒരു ഫാമിലികൾക്ക് എന്തേ ഇതാണ്ട ഇപ്പം ഇതിലേക്ക് നമ്മൾ 3 സബോള കേട്ടോ, അങ്ങനെ കുഞ്ഞിനെ സരിത ഇത് ചോപ്പറിലാക്കിയിട്ടാണ് കേട്ടോ. വലിയ സബോളകളല്ല, ഒരു മീഡിയം. ഇനി സരിതയ്ക്ക് പണി ഇളക്കിക്കോ വാട്ട്. ഇത് അവന് ഷൂട്ട് ചെയ്യാൻ എളുപ്പത്തിന് അങ്ങോട്ട് നീക്കി വെച്ചു കൊടുത്തു. ഞാനിവിടെ നിന്ന് ഇങ്ങനെ അവിടേക്ക് കൈ എത്തിക്കാൻ എൻ്റെ കൈ എങ്ങനെ അങ്ങോട്ട് എത്താ? നീ ഇളക്കണ്ട, ഞാൻ ഇളക്കും. പറ്റില്ല, ഞാൻ ഇളക്കും. അവന് ഈസി ആയിട്ട് അവിടെ നിന്നിട്ട് ഷൂട്ട് ചെയ്യാൻ പറ്റും. നമ്മളിങ്ങനെ നിന്നിട്ട് നമ്മുടെ തണ്ടലും കിഴക്കും കയ്യും കിഴക്കും. എന്നിട്ട് ഞാൻ പറഞ്ഞ ഭാര്യയുടെ ആരോഗ്യത്തിൽ ശ്രദ്ധിക്കണ്ടെന്ന് നോണയും പറയില്ല എന്ന് ഞാൻ പറയില്ല. തീ കത്തില് കുറവാ. തീ കത്തിയൂ. കണ്ടാ ജഗുന് കുഴപ്പമില്ലല്ലോ. അവന് കുഴപ്പമില്ലല്ലോ. ആ അവനൊരു കുഴപ്പമില്ലേ. ഇടയ്ക്ക് ഇങ്ങോട്ട് വന്ന് ഇതിന്റെ ഉള്ളിൽ കാണിച്ചാ പോരാ, ബാക്കി അവൻ അവിടെ നിന്നിട്ട് എടുത്താൽ മതി. ജഗു പുറത്തുണ്ട് കേട്ടാ. ജഗു നമുക്ക് ഷൂട്ട് ചെയ്യുന്നുണ്ട്, ഇതിനൊന്നും ഒഴിവില്ല. ജഗുവിന്റെ ചുണ്ടുമ്പോ ലിപ്സ്റ്റിക് ഇട്ട പോലെ കമന്റ്സ് വരുന്നുണ്ട്. ജഗുന് കുഞ്ഞിതിൽ തൊട്ട് തന്നെ ചുണ്ട് ഭയങ്കര ചോപ്പാ, തുന്തുരുവിന്റെ ചുണ്ട് പോലെയാ ജഗുവിന്റെ ക്ലാസ്സിലും അങ്ങനെ പറയില്ലേ കുട്ടികള്, ഏത് ലിപ്സ്റ്റിക് ഉപയോഗിക്കണേ എന്നൊക്കെ ചോദിക്കും. ചില സമയത്ത് ഭയങ്കര ചോപ്പാ, രക്ഷയില്ലാത്ത ചോപ്പാ. ഓടി കളിച്ചിട്ട് ഒരു ദിവസം വന്നപ്പോ ഭയങ്കര ചോപ്പായി, സർക്കുലേഷൻ കൂടിയിട്ട്, ബ്ലഡ് സർക്കുലേഷൻ കൂടിയിട്ടില്ലേ, ഭയങ്കര ചോപ്പ്. പിള്ളേര് കാണുന്നവരൊക്കെ ചോദിക്കായിരുന്നു ക്ലാസ്സില്. ചെറിയ കുട്ടികളെ ചോദിക്കണ്ടായിരുന്നേ, 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളെ നിന്റെ അടുത്ത് വന്നിട്ട് ചോദിച്ചൂല്ലേ, കാണാത്തവർക്ക് കാണിച്ചു കൊടുക്കാടാ ചേട്ടന്റെ ചുണ്ട് നാണയുണ്ടോ. നമ്മുടെ താമരശ്ശേരിക്കാർക്ക് ചുണ്ടിന് ചില പ്രത്യേകതകളുണ്ട്. താമരശ്ശേരി കുടുംബത്തിലല്ല, താമരശ്ശേരിക്കാരുടെ ആണുങ്ങളുടെ ചുണ്ടൊക്കെ 1 ഏക്കർ 10 സെന്റാന്ന് പറഞ്ഞ അമ്മയുടെ ചുണ്ടാണ് ഇവിടെ എല്ലാവർക്കും കിട്ടിയാണ്. ജഗ്ഗുന്റെ പിന്നെ അങ്ങനത്തെ വലിപ്പമുള്ള ചുണ്ട് അല്ല, കുഞ്ഞു ചുണ്ടേന്ന് പ്രസവിച്ചപ്പോ. അപ്പൊ എന്റെ അമ്മച്ചന് പറഞ്ഞു ഭാഗ്യം താമരശ്ശേരി ചുണ്ട് കിട്ടിയില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് കുറച്ചങ്ങോട്ട് എല്ലാവരും ആ ചുണ്ട് ഇത്തിരി ഇങ്ങോട്ട് ഇങ്ങനെ വരാൻ തുടങ്ങി. ഇങ്ങനെ മലച്ച ചുണ്ട അവിടെ എല്ലാവരുടെയും. അത് അമ്മേരെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അച്ഛൻ്റെ സാധാരണ അച്ഛന്റെ കുഞ്ഞു ചുണ്ട് പാവം അച്ഛൻ, അതാർക്കും കിട്ടിയില്ല, എല്ലാവർക്കും അമ്മയുടെ ചുണ്ട കിട്ടിയാണ്. അപ്പൊ ഇളക്ക് ഇത് വാടട്ടെ കേട്ടാ. സരിതേ ഇത് ഇളക്കിക്കൊണ്ടിരിക്കുമ്പോൾ സരിത പറഞ്ഞത് ഇത് ഇത്തിരി ഉപ്പിട്ട് കഴിഞ്ഞാൽ ഒരു മഴയൊക്കെ ലാഞ്ചന വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഉപ്പ് ഇത്തിരി ഇടുന്നുണ്ട് കേട്ടാ, ഇതിലേക്കുള്ള ഉപ്പിടുന്നുണ്ട്. ഉപ്പിട്ട് കഴിഞ്ഞാൽ വേഗാവും. ഉപ്പ് ചെല്ലുമ്പോഴേ ഈ സബോളയിലുള്ള വെള്ളമല്ലേ, സബോള എന്നല്ല എന്തിലത്തെയും വെള്ളം പെട്ടെന്ന് പുറത്തേക്ക് വരും. അപ്പം അത് വേഗം വറ്റും വെള്ളം, അപ്പം ഇത് വേഗം വാടും. ഇത് നല്ലോണം ഇങ്ങനെ വളർന്നു വരണല്ലേ. അത് അത്രയ്ക്ക് അധികം നേരം നോക്കില്ല, അവർ വളരെ നിസ്സാരമായ സമയം. പക്ഷേ എനിക്ക് അത് മസാല ഫ്രൈ ആക്കണത് എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല, ചില കാര്യങ്ങളെ. അപ്പൊ ഇത് ചേട്ടന്റെ രീതിയാവും അല്ല, അത് ചെവി അടിച്ചു പോയി. എന്നിട്ട് അത് ഇത്തിരി നേരം കൂടി ആക്കണം, മനസ്സിലായ കളരിക്ക് പുറത്ത് അത് കുറച്ച് സമയം ഇളക്കി നല്ല പോലെ ഒരു മസാല കൂട്ടായിട്ട് മാറ്റണം. അതിന് മുന്നേ
അത് ഇളക്കിണ്ടാവും അവര് ഫുൾ ടൈം ആവണ അത്രയും സമയം കാണിക്കണം എന്നില്ലല്ലോ. അല്ല അങ്ങനെയല്ല, അത് കാണുമ്പോ അറിയാലും നമുക്ക് കുറെ കാര്യങ്ങൾ നമുക്ക് കാണുമ്പോ അറിയില്ലേ. ശരിയാ, ശരിക്കും വാടിയിട്ടില്ല ഞാൻ തോന്നിയില്ലേ. അതന്നെ. അപ്പൊ നമുക്കത് അല്ലാണ്ട് ഞാനിപ്പോ അവരെ കുറ്റം പറയണമെന്നല്ല, നമ്മള് അത് നന്നായതുകൊണ്ടാണല്ലോ അതിലേക്ക് എടുക്കുന്നത്. ഇതിലത്തെ നമ്മള് റിസ്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് വെള്ളം ഒഴിച്ചിട്ട് ആ പറയുന്ന ഒരു ലെവലില് അത് സാറില്ല. ഇപ്പൊ വെന്തിട്ടില്ലേ നമ്മള് നമ്മുടെ പ്രേക്ഷകരോട് പറയും വെന്തിട്ടില്ല കേട്ടാ, വേവ് കൂടിയാൻ പറയും. ഇത് ഇത്തിരി വേവ് കൂടിയിട്ടാ. നമ്മുടെ പ്രേക്ഷകർ സാറില്ല, ഇവിടെ അജ്ജു അല്ലേ, ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നു എന്ന് പറയും. ഈ തിരുടി കൂട്ടല്ലേ ഇളക്കാൻ പറ്റില്ല, ചൂടെടുത്തിട്ട് ഭയങ്കര തീ കൂട്ടിയാലേ ചൂട് കൈമിലേക്ക് എടുത്തിട്ടേ ഇളക്കാൻ പറ്റില്ല. കൂണ് വെറുതെ അല്ല കുന്തുര് പറയണ്ടേ. കൂണ് ഏറ്റവും ടേസ്റ്റ് കഴിക്കാൻ പറ്റുന്ന സാധനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൂണിൽ കുറച്ച് കുരുമുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് ഉപ്പ്, ഇത് നന്നായി തിരുമ്പി വെച്ചിട്ട് വെളിച്ചെണ്ണയിൽ ഫ്രൈ ചെയ്ത് വെറുതെ കുറച്ച് വേപ്പില ഇട്ടിട്ട് 2 പച്ചമുളകും കീറിയിടുക. എന്നിട്ട് അതിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടേ അതിൽ നിന്ന് ഇതാക്കിയിട്ട് ഇങ്ങനെ ഫ്രൈ ചെയ്ത് അത് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഈ സാധനം പറ്റി വെച്ച് കഴിഞ്ഞിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. അത് സ്വല്പം മസാലപ്പൊടിയിലും വേണ്ട, സ്വല്പം മസാലപ്പൊടി ഇത് പരട്ടി വെച്ചിട്ട് ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിൽ 3-4 പച്ചമുളക് കീറിയിട്ടിട്ട് അതിൽ കുറച്ച് വേപ്പില ഇട്ടിട്ട് പിന്നെ ഈ പരട്ടി വെച്ചിട്ടില്ലേ അതിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. എന്നിട്ട് വെറുതെ ഇരുന്ന് കഴിക്കാൻ കൂണ് ഭയങ്കര ടേസ്റ്റാണ് കഴിക്കാൻ. ചേട്ടാ അങ്ങനെ ചെയ്യാറുണ്ടല്ലോ, ഇത് കഴിക്കാറുണ്ടല്ലേ? കൂണില് എന്തെല്ലാം ഘടകങ്ങൾ ഇറങ്ങിയിട്ട് അല്ല ഇറങ്ങിയിട്ട് ചോദിക്കാം. മറ്റേ നമ്മുടെ ഇതിലത്തെ പോലെയാ ഈ മഴൽക്കാടിൽ പറയില്ലേ ബെൻസിനിപ്പോ എന്ത് വിലയുണ്ട്. അപ്പോൾ മറ്റേ ഈ പറവ് ഭരതനോട് ചെയ്യില്ലേ, പറവ് ഭരതനെ എല്ലാം അറിയില്ല, ബെൻസിനിപ്പോൾ കുഞ്ഞാപ്പിനോട് ചോദിക്കാം, ബ്രോക്കർ കുഞ്ഞാപ്പിനല്ല. അതുപോലെ നമുക്ക് എന്ത് സംശയം പുതിയ വന്നു കഴിഞ്ഞാൽ എന്നാൽ ചാറ്റ് ജിപിയോട് ചോദിക്കാം. അങ്ങനെയാണ് അയ്യോ വാടിയിട്ട് മതിട്ടാ. അല്ല ഇത് ഇതിൽ വാട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിലേക്ക് നമുക്ക് ഈ മസാല കൂട്ടില്ലേ നമ്മളിപ്പോൾ സരിതപ്പം അരച്ച് വന്നില്ലേ അതിടാം. അതൊക്കെ ഞാൻ എനിക്ക് ഇട്ട് തരാൻ ബാക്കിയുള്ളത്. ഇളക്കി കേട്ടോ. ഒരു നല്ല മണല്ലേ വരുന്നത് സരിത, നല്ല മൂക്കടിച്ചു പോണ മണാണ് വരുന്നത് കേട്ടോ. ബെസ്റ്റ് മസാല മണക്കൂട്ടാണ്. അങ്ങോട്ട് പോകുമ്പോ ഒരു സുഖം. ഇതിനൊക്കെ എഴുകിയെടുക്കൊന്നും വേണ്ട. 200 ഗ്രാമാ ഇത് 400 ഗ്രാം ബിരിയാണി അല്ല 400 ഗ്രാം കൂണാണ്. ഇതിന് 160 രൂപ ഒരു പാക്കറ്റിന്. 200 ഗ്രാമിൻ്റെ പാക്കറ്റിന് 80 രൂപ. 80 160 രൂപ. ഇതൊക്കെ കൃഷി ചെയ്യണതാ കൂണ് കൃഷി ചെയ്യുന്നതല്ല, കാട്ടിൽ പോയി പറിക്കലൊന്നും പരിപാടിയൊന്നുമില്ല. കൃഷി ചെയ്യണതല്ലേ, അതിന് ചെലവില്ലേ ഇതെന്നാ കൃഷി ചെയ്തുണ്ടാക്കാൻ. കണ്ട അങ്ങനെ ഏറ്റവും നല്ലപോലെ മസാലയായി. അപ്പോൾ അതിലേക്ക് നമ്മൾ ഒരു 3 ചെറിയ തക്കാളികൾ ഇടണം. ഇളക്ക് തരുത്. അത് ആ ചോപ്പറിലായിരുന്നു ഞാറിനായിട്ട് അത് ഇങ്ങനെ ഇരിക്കണേ, നല്ല പൊടിയായിട്ട് അരിയണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അതിലിട്ടു. നല്ല രസമായി. അവർ കഷ്ണങ്ങളായിട്ട് അരിയുന്നത്. അപ്പോൾ എനിക്ക് അത് തോന്നി ഇങ്ങനെ ചില മാറ്റങ്ങൾ നമുക്ക് ഓരോന്ന് കാണുമ്പോൾ നമുക്ക് ചെയ്യാൻ തോന്നില്ലേ. ഇതിപ്പോ നമ്മളുടെ റെസിപ്പി കണ്ടിട്ട് ചിലവര് കറികൾ ഉണ്ടാക്കിയിട്ട് നമുക്ക് മെസ്സേജ് ഇടും. ചിലപ്പോൾ വീഡിയോയിൽ കമന്റ് ഇടും, അല്ലെങ്കിൽ നമുക്ക് പേഴ്സണലായിട്ട് മെസ്സേജുകൾ ഒക്കെ അയക്കും. അപ്പം അവർ പറയും അജുവിൻ്റെ ഇന്ന റെസിപ്പി ട്രൈ ചെയ്തു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, പക്ഷെ അതിൽ ചില മാറ്റങ്ങൾ എൻ്റെതായ രീതിയിൽ വരുത്തി, അതിന് വേറെ ഇന്നത് ഉപയോഗിച്ചു, ഇന്നതിന് വേറെ ഇന്നത് ഉപയോഗിച്ചു കമന്റ് ഇടാറുണ്ട്. എല്ലാവർക്കും പാചകത്തിൽ താല്പര്യമുള്ള എല്ലാവർക്കും അവർക്ക് ഒരു ഐഡിയ ഉണ്ടാവുമല്ലോ, സാധനം ഇത് കൂടി ചേർത്ത് കഴിഞ്ഞാൽ ഇത്തിരി കൂടി ടേസ്റ്റ് വരും. കുറച്ച് മഞ്ഞൾപ്പൊടി കേട്ടോ മതി. പിന്നെ ഈ പൊടികൾ വലുതും വേണം. ഇനി ഒന്നും വേണ്ട, ഇനി നന്നായി ആവട്ടെ കേട്ടാ.
തക്കാളി എന്നുള്ള വെള്ളം ഇറങ്ങി അപ്പൊ അതൊരു കുഴമ്പ് വരുവായി. നല്ല ഭംഗിയുള്ളൊരു കൂട്ടായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ആ മസാലക്കൂട്ട് നല്ല രസകരമായ മസാലക്കൂട്ടായി. അപ്പോൾ നമ്മളൊരു എനിക്ക് ഒരു ചെറുനാരങ്ങ ഇത് നീരുന്ന് നമുക്ക് ഇതിലേക്ക് പിഴിഞ്ഞിട്ടാ. അധികമാക്കണ്ട, പുളി കൂടാൻ പാടില്ലല്ലോ. വെറുതെ ഒരു കുഞ്ഞു ചെറുനാരങ്ങ നീര് ഒരു സ്പൂണിലധികം ഒഴിച്ചിട്ടുണ്ടാവും. അതെ. ഇനി നമ്മൾ ഇതിലേക്ക് കൂണിടാൻ പോവാട്ടാ. കണ്ട കൂണ് അത്യാവശ്യം കൂടുതലുണ്ട് സരിത. അയ്യോ കുറേശ്ശെ ഇട്ടിട്ട് ഇളക്കിയിട്ട് മുഴുവട്ടാ മതി. ഇളക്കി തരി വെള്ളം വേണ്ടി വരുന്നു ചേട്ടാ. വെള്ളം ഒഴിക്കൂല നീ, കൂണിന്ന് വെള്ളം ഇറങ്ങും. നീ വെള്ളം വേണ്ട. ഇത്തിരി വെള്ളം ഉപ്പിടാന്ന് വെച്ചാ ഉപ്പിടും കൂണിടും അല്ല. ഇനി നമ്മൾ അരിയിലേക്കുള്ള ഉപ്പും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടപ്പോ. അരിയിലേക്കുള്ള ഉപ്പും കൂടി ഉണ്ട്. നേരത്തെ ഉപ്പിട്ടില്ലേ? ഉപ്പല്ലായിട്ടുള്ളൂ. അതിൽ ഉപ്പുണ്ട് അത്യാവശ്യം, ഞാൻ കൂടുതലിട്ടുണ്ടായിരുന്നു. ഇനി അയ്യോ അതിന് മുന്നേ ഒരു കാര്യം കൂടി ചെയ്യാൻ കേട്ടാ. നമ്മുടെ ഈ വെള്ളം നമ്മൾ ഊറ്റി അരിയിലേ വെള്ളം ഊറ്റി കളയാൻ മറന്നു. ഒരു അരമണിക്കൂറിൻ്റെ അടുത്ത് അതിൻ്റെ സമയം, അതുകൊണ്ട് ഊറ്റി വയ്ക്കാം വെച്ചിട്ടുണ്ട്. ഈ മസാലയിലേക്ക് നോക്കിയാൽ കുറച്ചും കൂടിയും മല്ലിയിലയും പുതിനയിലയും ഇടുന്നു. ഇല്ല, കഴിഞ്ഞ പരിപാടി കുക്കറിൽ പരിപാടി അങ്ങനെയില്ലേ അളക്ക് ചേട്ടാ. ലാസ്റ്റ് ഒന്നുമില്ല, ഇതൊന്നുമില്ല അല്ലേ. ഇത് തുറക്കുമ്പോ ബിരിയാണി അതല്ല ഇതിന്റെ മെയിൻ സാധനം പരിപാടി. അല്ലാണ്ട് വേറെ ഇത് ഭയങ്കര സിമ്പിൾ ആട്ടാ, വലിയ പണിയൊന്നുമില്ല. അതൊക്കെ ആയി കഴിഞ്ഞില്ലേ, നല്ല കൂട്ടായില്ലേ. നമ്മൾ ഇതിലേക്ക് അരി നമ്മുടെ ഊറ്റി വെച്ചിട്ടുള്ള അരി ഇടാൻ പോകണം കേട്ടാ. ബിരിയാണി ദൈവങ്ങളെ ഇതിലാണ് കളി എടുക്കുന്നത്, അവർ പറഞ്ഞ രീതിയിലുള്ളത്. ഇളക്ക് ഇളക്ക് ഇളക്ക്. മിക്സി കുക്കറിൽ നമ്മുടെ പ്രീതി വെച്ച് സൂപ്പറായിട്ട് വയ്ക്കും ബിരിയാണി. അതെന്നറിയോ പറ്റേ ഞാനൊന്ന് ഇളക്കട്ടെ. കൊഴുവുണ്ട്. നമ്മള് വീഡിയോ കാണിച്ചിട്ടുണ്ട്, അടിപൊളി ബിരിയാണി ഇത്. എന്നിട്ട് ആ ബിരിയാണി കണ്ടിട്ട് ചക്കര അവിടെ ഉണ്ടാക്കാറുണ്ടെന്ന് പറയും, കണ്ണംകുളങ്ങര. നല്ല ടേസ്റ്റാന്ന് പറയുള്ളൂ. കുക്കറിൽ എന്ത് സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കില്ലേ. അത് ചെയ്യാൻ ചേട്ടാ, എല്ലാം കൂടി എങ്ങനെ പറ്റാതെ ഇളക്കല്ലേ. മഴയൊന്നും വരുന്നില്ല, മഴക്കാര് മറഞ്ഞു പോയി. ഒന്ന് സമാധാനപ്പെടു. ഒഴിച്ച വെള്ളം നോക്കിയേ. നമ്മളപ്പോ 2.5 കപ്പ് അവര് പറഞ്ഞത്, 1 കപ്പ് അരിക്ക് 1 കപ്പ് വെള്ളം തന്നെയാണ് പറഞ്ഞത്. അപ്പൊ നമ്മള് അയ്യോ കപ്പ് നിറഞ്ഞു പോയി. ശരിക്കും നോക്കിട്ട് ഒഴിക്കിട്ട് ചേട്ടാ, ആ വെള്ളം അധികാവല്ലേ. ഓക്കെ അല്ലേ? 2 കപ്പ്. ഇനി ഒരു അര വേണ്ടാട്ടാ, അര താഴെ മതിട്ടാ. അത് പോരാ, തരിയും കൂടി വേണം മതി ചേട്ടാ. ഇളക്ക്. അപ്പൊ നമ്മുടെ ബിരിയാണി ഉപ്പ് ഉപ്പിടണം. ഒരു പൊട്ട് എനിക്ക് തന്നെ കയ്യിലേക്ക് മറ്റേതൊന്ന് ഇളക്കട്ടെ. ഇപ്പൊ ആ വെള്ളം ഒഴിച്ചേലേക്ക് ഉപ്പ് അങ്ങോട്ട് ഇറങ്ങിണ്ടാവില്ല. നോക്ക്. ഉപ്പ് വേണം. ഉപ്പ് കുറവാ, ഞാൻ നേരത്തെ നോക്കി. ആ ഗ്രേവിയിൽ തന്നെ ഉപ്പ് കുറവായിരുന്നു. ഒരു പൊട്ട് പൊണിയിട്ടുണ്ട്. ഇത് മതിയാ? അധികം വേണ്ട, ഒരു പൊട്ട് കൂടി നീ പറഞ്ഞിട്ട് അത്ര മതി. ഇങ്ങനെ ഇട്ടുകൂടെ? അനിത സോബി എന്ന് പറയുന്ന ചേച്ചി നാളെ കമന്റ് ഇട്ടുണ്ടായിരുന്നു. ഞാൻ ടേസ്റ്റ് നോക്കിയിട്ട് കൈ കഴുകിയില്ല. മിനിട്ടാ, ഞാൻ കൈ കഴുകട്ടെ. കൈ കഴുകിയിട്ട് വരാം. ഞാൻ അടക്കട്ടെ സരിത, അടക്കട്ടെ. അടയ്ക്കാൻ പോട്ടെ. സരിത അടച്ചറി
അടച്ചേ എനിക്ക് അടയ്ക്കാൻ പോവാന്ന്. അടക്കി തീ കുറയ്ക്കാട്ടാ, ചെറിയ തീര വേണ്ട. അതും അവിടെ ഇത് അടയ്ക്കാനാണെങ്കിൽ അങ്ങനെ എനിക്കറിയില്ലേ. അപ്പൊ അങ്ങനെ ചേരുന്നില്ലേ? ഗാഡിയിൽ വേണമല്ലോ ശരിക്കും. ആ അടച്ചോട്ടാ. നമ്മൾ അടുപ്പത്ത് വെച്ചു. അടുപ്പത്ത് വെച്ചിട്ട് തീ ഇത്തിരി കൂട്ടിയിടുക. തീ സാധാരണ പോലെ നമ്മൾ തീ കത്തിക്കുക. തീ കത്തിച്ച് ഇതിലെ ആവി വരാൻ തുടങ്ങുമ്പോൾ വെയിറ്റ് ഇടുക. തീ സിമ്മിലിടാം. എന്നിട്ട് 5 മിനിറ്റ് വിസിലടിപ്പിക്കണില്ല അവര്. എന്നിട്ട് 5 മിനിറ്റ് ആ സിമ്മിലിട്ട് തീ ഓഫ് ചെയ്തു. ചൂടാറി പോവാൻ വെയിറ്റ് ചെയ്തു. പോകുമ്പോൾ തുറന്നപ്പോൾ കറക്റ്റ് വെള്ളം വറ്റിയിട്ട് റെഡി ആയിട്ടിരിക്കുന്നുണ്ട്. സാധാരണ നമ്മൾ ബസുമതി റൈസ് ആയാലും ജീരകശാല അരി ആയാലും 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം ഒഴിച്ചിട്ടാണ് കുക്കറിൽ വെക്കാറ്. ഇതിപ്പോ അവര് 1 കപ്പിന് 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുള്ള ഇങ്ങനെയാണ് ചെയ്യണത്. ഞാൻ ഒരു വിസിലടിപ്പിക്കും. കാത്തിരുന്ന് കാണാം. നമുക്ക് അവര് പറയുന്ന പോലെയാണ് ഇപ്പൊ ചെയ്യുന്നത്. ഇനിയിപ്പോ നമുക്ക് നമുക്ക് ഇത്തിരി തിളച്ചുള്ള ഒഴിച്ചിട്ട് കുറച്ച് സമയം വെച്ചിട്ട് വേവിക്കാമല്ലോ. അനിത സോബി എന്ന് പറഞ്ഞ ചേച്ചി കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നേ. ഞാൻ ഈ ടേസ്റ്റ് നോക്കിയിട്ട് കൈ കഴുകിയില്ല. മാത്രല്ല ഫുൾ ടൈം ഞാൻ മുഖം മാന്തി, മൂക്ക് മാന്തി, തല മാന്തി, ഇവിടെ മാന്തി, അവിടെ മാന്തി ഇങ്ങനെ നിൽക്കുക. അപ്പൊ ഞാൻ വീഡിയോ കണ്ടു നോക്കി. കറക്റ്റാ ചേച്ചി പറഞ്ഞത്. എൻ്റെ ദൈവമേ, ഞാനിത് ഫുൾ ടൈം. അപ്പൊ ചേട്ടനാണ് എനിക്ക് ആ കമന്റ് കൊണ്ട് കാണിച്ചത്. നീ ഇതൊന്ന് നോക്കിയേന്ന് പറഞ്ഞിട്ട്. കറക്റ്റ് കാര്യമാണ് പറഞ്ഞേക്കണം. നിനക്ക് ഫുൾ ടൈം നിനക്ക് ഇതാ പണി. ഞാൻ പറയാറുണ്ട് ചില കാര്യങ്ങൾ നമ്മൾ വീഡിയോ ഇങ്ങനെ ചാനൽ തുടങ്ങിയതിന് ശേഷം ഞാനിങ്ങനെ ടേസ്റ്റ് ചെയ്യാനായിട്ട് വന്നോടുന്നില്ലേ. ടേസ്റ്റ് ചെയ്യാൻ മാത്രമല്ല, ഞാൻ ആദ്യം വന്നോടുന്നുള്ളൂ നമ്മുടെ ചാനലിൽ. അപ്പം അങ്ങനെ ആ സമയങ്ങളിൽ എനിക്ക് കമൻറ്റ് വന്നോടുന്നു, സരിത ഭക്ഷണം കഴിക്കുന്ന കാണുമ്പോൾ അറപ്പ് തോന്നുന്നു, പല്ലി എര പിടിക്കാൻ വേണ്ടി നാവ് നീട്ടുന്ന പോലെയാണെന്ന് ഞാൻ കൊടുക്കും. അപ്പം ഞാൻ വീഡിയോ കണ്ടോക്കിയപ്പോൾ അതൊരാളാ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ വീഡിയോ ഞാൻ കണ്ടോക്കിയപ്പോൾ കറക്റ്റാണ്. ഞാനിങ്ങനെ ഭക്ഷണം വരി നാവുമിലിക്കാണ് വെക്കുക. അപ്പം ഞാൻ മനസ്സിലാക്കി അത് മാറ്റണം. അങ്ങനെ എപ്പോൾ തൊട്ട് ലിപ്സ്റ്റിക് ഒക്കെ നിറച്ചിട്ടവര് ഭക്ഷണം കഴിക്കുന്നുണ്ടില്ലേ, ഇവിടെ ഇവിടെ തൊടാണ്ട് കഴിക്കണം. അങ്ങനെയല്ല, ഞാനിങ്ങനെ വായ തുറന്നിട്ട് ഉള്ളിലേക്ക് വെക്കാൻ തുടങ്ങി. അതിപ്പോ വീഡിയോ എടുക്കുമ്പോൾ മാത്രമല്ല, എല്ലായ്പ്പോഴും നമ്മൾ എല്ലായ്പ്പോഴും അത് ശീലിച്ചാലാണ് നമുക്ക് കേട്ടാ. വിസിലിടുന്നു. തീ വളരെ കുറച്ചോ സമയം നോക്കട്ടാ. ഉണ്ണി ഇപ്പൊ എത്ര മണി കറക്റ്റ് ടൈം? ആ നോക്കിക്കോ. എനിക്കറിയാം. ഇങ്ങനെ 5 മിനിറ്റ് അറിയോ? എനിക്കറിയാം. ഓ, നമ്മൾ ഈ ഭൂമിയിൽ ജീവിച്ചു തുടങ്ങിയിട്ട് എത്ര കൊല്ലായി? 5 മിനിറ്റ് എന്ന് പറഞ്ഞാൽ എനിക്കറിയാം. നീ ഒരു പാട്ട് പാടി 5 മിനിറ്റിനുള്ളിൽ. ചേട്ടൻ എത്ര വയസ്സാവാനാ പോണേ? അടുത്ത മാസല്ലേ പറഞ്ഞാൽ? 57 വയസ്സ്. ഒരു പാട്ട് പാടറി. ചേട്ടൻ പാടിക്കോ? അല്ല, അതില് മറ്റേ അനുരാഗക്കളരിയിൽ അംഗത്തിനു വന്നവളെ പുരികത്തിൻ ചുരിക തടുക്കാൻ പരിചയില്ല, നിന്റെ മലനിയാൽ മനം തടു. അയ്യേ, എന്തിട്ടാക്കിയപ്പോടെ മലർമിഴിയാൽ മലർമിഴിയാകും ശരം മടക്കാൻ മനസ്സുമില്ല, തെല്ലും മനസ്സുമില്ല. അതന്നെയായിരിക്കും. നേരത്തെ ഈ പാട്ട് പാടി വന്നിട്ട് അവിടെ എത്തിയപ്പോ ചേട്ടൻ കൊളാക്കി. അപ്പൊ അപ്പനെ ഞാൻ അത് പറയണം വിചാരിച്ചു. ഇത് ഈ വരി ഇങ്ങനെ പാടണേന്ന്. മഴ തൂളാൻ തുടങ്ങിയിരിക്കുന്നു സുഹൃത്തുക്കളെ. അപ്പഴും കഴിഞ്ഞ പരിപാടി. ചേട്ടൻ ഇങ്ങോട്ട് ഓടണേ. ഞാൻ ചെളി നടന്നിട്ട് എന്റെ കാലം നിറയെ ചെളി. അനുരാഗക്കളരിയിൽ മറ്റേ പാട്ട് പാടും. മുല്ലപ്പൂം പല്ലിലോ മുക്കൂത്തിക്കവിളിലോ അല്ലിമലർമിഴിയിലോ ഞാൻ മയങ്ങി. നീയാണത് പാണ്ടത്. മറ്റേത് ചേട്ടൻ പാടണ്ടായിരുന്നു, ഞാൻ പാടിയത്. ഏനറിയില്ല ഏനറിയില്ല ഏലമണി കാട്ടിലെ മലങ്കുറവ, ഏലമണി കാട്ടിലെ മലങ്കുറവ. എന്തുട്ടായിലത്തെ ഡാൻസ് അല്ലേ ജയഭാരതിയുടെ. ജാതി കാലൊക്കെ ഇങ്ങനെ വെച്ചിട്ട് കയ്യും. നമുക്കത് കളിച്ചാലോ നമുക്ക് രണ്ടാൾക്കും? പച്ച കുത്തിയ വിരിമാറ് മെത്തയാക്കും, നിന്റെ പിച്ചക പൂമേനി ഞാൻ സ്വന്തമാക്കും. അത് ആണല്ലോ പട. അല്ല, അത് ഞാൻ പാടി. അടുത്ത ചേട്ടൻ പാടും. പച്ച കുത്തിയ വിരിമാറ് മെത്തയാക്കും, നിന്റെ
ചകപ്പൂമേനി ഞാൻ സ്വന്തമാക്കും കല്യാണ മിന്നു കെട്ടി കൈ പിടിക്കണ നാള് വരെ കല്യാണ മിന്നു കെട്ടി കൈ പിടിക്കണ നാള് വരെ കൊല്ലാതെ കൊല്ലണ പൂമാരൻ നമ്മെ കൊല്ലാതെ കൊല്ലണ പൂമാരൻ. മുല്ലപ്പൂം അത് ചേട്ടൻ പാട്. മുല്ലപ്പൂം പല്ലിലോ മുക്കുറ്റി കവിളിലോ അല്ലിമലർമിഴിയിലോ ഞാൻ മയങ്ങി ഈനറിയില്ല ഏലമണിക്കാട്ടിലെ മലങ്കുറവാ ഏലമണിക്കാട്ടിലെ മലങ്കുറവാ. സമയം നോക്കിയേ. 5 മിനിറ്റായി 5 മിനിറ്റായി 5 മിനിറ്റ് കറക്റ്റാ. 48, 49, 50, 51, 52. അയ്യാ ഓഫ് ചെയ്തു. 5 മിനിറ്റ് ആയപ്പോൾ ഓഫ് ചെയ്തുട്ടാ. വിസിലടിച്ചിട്ടില്ല ചേട്ടാ. എന്താകുമോ എന്തോ. ടെൻഷൻ. ഈ സിനിമകളിൽ മറ്റേ സർജറി ഒക്കെ ഉള്ളിൽ നടക്കുമ്പോൾ പുറത്ത് അതേ ടെൻഷനാ ചേട്ടന്. ആ ബീജി ഇവിടെ ഇട്ട് കൊടുക്കണം. ഒരു കുഴപ്പമില്ല. അത് ആയില്ലെങ്കിൽ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചിട്ട് നമ്മൾ വീണ്ടും വെള്ളം പറ്റിയില്ലെങ്കിലോ? വെള്ളം പറ്റിയില്ല ഇത്തിരി തീയാക്കണം. ഓരോ തുള്ളി വെള്ളം വീഴുന്നുണ്ട് മുകളിൽ നിന്നും. ഇതൊക്കെ എടുത്ത് വെച്ചതായിരുന്നു ചൂടാറട്ടെ. അത് അല്ലാതെ പാത്രങ്ങളൊക്കെ പോയി കഴുകിട്ട് വന്നാലോ? പാത്രം കഴുകാനായിട്ട് അങ്ങനെ ഉണ്ടല്ലേ. നമ്മള് ഒരു സർലാസ് ഉണ്ടാക്കിട്ടാ റൈത്ത റൈറ്റ് എടുക്കാം. ആദ്യം എയർ പോയിന്റ് ഇത് സാധനം നോക്കട്ടെ എങ്ങനെയുണ്ടെന്ന്. ഇളക്കാൻ കയ്യിലൂല ഒരു കുന്തോയില്ലല്ലോ. എയർ പോയിന്റ് ഇല്ലേ? തുറക്കട്ടെ. അപ്പൊ നമ്മൾ തുറക്കാൻ പോകണ ഫുള്ള് പോയില്ലേ? തുറക്കാൻ പോണ. ദൈവമേ എൻ്റെ ബിരിയാണി ദൈവങ്ങളെ. ടീസ്പൂൺ എടുക്ക്. സൂപ്പർ മണം എന്നാണ് ജഗ്ഗു പറഞ്ഞത്. അപ്പൊ ഞാൻ പോയിട്ട് എടുക്കണ എന്ത് ദേ ഇവിടെ മരത്തിന്റെ കയ്യിലുണ്ട്. ബിരിയാണിയിലെ ഏറ്റവും നല്ല മണം. ജഗ്ഗുവിന് ഭയങ്കര ഇഷ്ടമായി. കറക്റ്റ് വെന്തൂലേ? ഒരു അങ്ങോട്ടും ഒരു കടുക് മണിക്ക് ഇങ്ങോട്ടോ ഒരു കടുക് മണിക്ക് അങ്ങോട്ടോ അല്ലേ? മതിയില്ലേ? നമുക്കൊരു പൊട്ടൊന്ന് ഒരു പൊട്ടരി ചോർന്നെടുത്ത് നോക്കി. വേവ് കറക്റ്റാ. കറക്റ്റ് വേവ്. കൈ കഴുകാൻ മറക്കണ്ട. അപ്പൊ പ്ലേറ്റ് എടുത്ത് വന്നോ? ഇത് ബിരിയാണി കഴിക്കാം. ഉപ്പ് തരി കുറവാട്ടാ. ഉപ്പ് തരി കുറവാ? ഉപ്പിടല് കണ്ടപ്പോഴേ എനിക്കറിയാം ഉപ്പ് കുറവാ. നോക്കിയോട്ടെ. ഉപ്പ് പാകത്തിനാണല്ലോ. കഴിക്കാൻ പോണേ. അവിടെ നിന്ന് കഴിക്കാം. 3 പ്ലേറ്റ് എടുക്കാല്ലേ? ആ ഇതല്ല കഴിക്കാം. അടിപൊളി. നല്ല ചോറ്, നല്ല ടേസ്റ്റ്. അങ്ങോട്ട് പോവാ. ആദ്യം ഇട്ട ബിരിയാണി ഉണ്ടായിട്ട് ഇത്ര കുറവ് പാത്രം കഴുകണേ. അപ്പൊ നമ്മുടെ വിശിഷ്ടമായ ബിരിയാണി കിട്ടാ. ഞാനേ 5 മിനിറ്റ് കൊണ്ടൊന്നും ഉണ്ടാക്കാൻ പറ്റില്ല. 5 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കാന്ന് തമ്പനയിൽ എഴുതിയാലും അതൊക്കെ ഒരു വെറുതെ ഒരു ആലങ്കാരികമായിട്ട് എഴുതണതാണ് കേട്ടോ. ആവശ്യത്തിന് എടുക്കാം. എന്നാലും ഒരു 10-20 മിനിറ്റ് കൊണ്ടൊക്കെ ഉണ്ടാക്കല് കഴിയും. സിമ്പിൾ സാധനം. അരി ആദ്യം കഴുകി കുതിർത്താൻ വെക്കാലത്തെ സാധനങ്ങളൊക്കെ അരിഞ്ഞു വരുമ്പോഴത്തേക്കും ജഗ്ഗുവിന് ഇഷ്ടപ്പെട്ടാ മതി. എനിക്ക് അല്ല അത് നോക്കാം. നമുക്ക് സർലാസ് എടുക്കണ്ട സരിത. എൻ്റെ റൈത്ത തൈര് ഇതൊക്കെയാ കേട്ടാ. ഇത് കുക്കുംബറും ഇതൊക്കെ ഇട്ടിട്ടാണ് ഞാൻ ചെയ്ത് പോണത് കേട്ടാ. പച്ചമുളക് ഇതിൽ ഉള്ളിലത്തെ കുരു കളഞ്ഞിട്ടായിരിക്കും ചെയ്യാം. ഞാൻ പറയുകയാണെങ്കിലേ ഇതിന് ഇപ്പോ ഇത്തിരി ഒരു കൂടി നിൽക്കണമാണെന്ന് പറയണത് മല്ലിയിലയും പുതിനയിലയും ഒരു കുത്താണ്. നമ്മൾ അരച്ചില്ലേ, മസാല അരച്ചില്ലേ, അപ്പൊ അതില് കുറച്ച് മതി അത് സാധനം. അവര് മല്ലിയിലും അത് അവർക്ക് അത് കുഴപ്പമുണ്ടാവില്ല. മല്ലിയിലും പുതിനയിലും
അവര് കൂടുതൽ ഉപയോഗിക്കുന്നത് കൊണ്ടായിരിക്കും. അപ്പൊ നമുക്ക് കുറയ്ക്കല്ല, നമുക്ക് ഇതിലുള്ള പോരായ്മ പറഞ്ഞു. നമുക്ക് അതിന്റെ മണം നല്ല ഇഷ്ടമുള്ളവര് അങ്ങനെ തന്നെ ഉപയോഗിച്ചോട്ടാ. അത്രക്ക് ഇഷ്ടമില്ലാത്തവര് അതിന്റെ അളവ് കുറച്ചോ. ജഗു അമ്മ ഒരു വായതരം കൂണൊക്കെ ചേർത്തിട്ട് ദേ എടുക്കണം. ഇതിനിങ്ങനെ കഴിക്കില്ല, അതാണ് പ്രശ്നം കേട്ടാ. അല്ലാണ്ട് നമുക്ക് ഒരു വീഡിയോയിൽ നിറച്ച് കമന്റ് നമ്മള് ക്യാമറാമാന് കഴിക്കാൻ കൊടുക്കില്ല എന്ന് പറഞ്ഞിട്ടായിരുന്നു. ഇതുപോലെ കഴിക്കുന്ന ആളാണെങ്കിൽ അവൻ ആദ്യം കൊടുത്തിട്ട് നമ്മൾ വീഡിയോ നമ്മൾ ടേസ്റ്റിന് എടുക്കുള്ളൂ. പക്ഷെ അവൻ കഴിക്കില്ല. ചിലപ്പോൾ അവൻ കൊണ്ടുപോകും വീട്ടിലേക്ക്, ചിലപ്പോൾ ഇവിടെ നിന്ന് കഴിക്കും ഷൂട്ടിംഗ് ഒക്കെ കഴിഞ്ഞിട്ട്. അതൊക്കെ ആളുടെ മൂഡ് പോലെയാ. എന്താണോ മൂഡ് തോന്നണം അതേപോലെ ചെയ്യുള്ളൂ. അല്ലാണ്ട് സാധാരണ പോലത്തെ ഒരു നമ്മളെ പോലത്തെ ഒരു മനുഷ്യനല്ല ആള്. ടോട്ടലി ഡിഫറെന്റാ. വേവ് കറക്റ്റ് അല്ലേ? എങ്ങനെയുണ്ട് ജഗ്ഗോ? ഇതിലെന്നിട്ട് ഉപ്പ് കുറവ്, നീ പറഞ്ഞ ഉപ്പ് കുറവ് കറക്റ്റ് അല്ലേ? ആ ഇവൾക്ക് അന്ന് നേരത്തെ ഒരു 2 ചോറ് മറ്റേ തിന്നിട്ടാണ് പറഞ്ഞ ഉപ്പ് കുറവാന്ന്. നേരത്തെ പറഞ്ഞ എൻ്റെ ആ അഭിപ്രായം ഞാൻ പിൻവലിച്ചിരിക്കുന്നു. ഉപ്പ് കറക്റ്റ് പാകം. അങ്ങോട്ടും ഇല്ല. എരിവ് കറക്റ്റ്, ഉപ്പ് കറക്റ്റ്. മല്ലിയില മണം എന്ന് പറഞ്ഞായിട്ട് അങ്ങനെയൊന്നും ഇല്ല അല്ല, അത് ഒരു ഇതിലുള്ളോ. എന്നിട്ട് തോന്നി ജഗുന് കൂണ് നല്ല സോഫ്റ്റ്, നല്ല വാ ഒരു വായും കൂടി. ജഗുനും സരിതിക്ക് ഇഷ്ടമായി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ലോകത്തിൽ അപ്പീലില്ല. നല്ല രസമുണ്ട്, ഒരു പിഴവില്ലാത്ത ബിരിയാണി. വെറുതെ അത് വെച്ചിട്ട് അതിന്റെ കമന്റുകൾ ഞാൻ മുഴുവൻ നോക്കിയിട്ടാ സൂപ്പർ എന്നാണ് പറഞ്ഞത്. ഒരു അത് എത്ര 35 ലക്ഷം പേരാണ്ട് കണ്ടിട്ടുണ്ട് വീഡിയോ. അപ്പൊ അതുകൊണ്ട് കൂടിയിട്ടാണ് നമ്മൾ അങ്ങനെ വെറുതെ നമുക്കത് അതേ അരി എടുക്കണം, അതേ അളവിന് വെള്ളം എടുത്തിട്ടും പിന്നെ ഒരു വിസിൽ പോലെ അടുപ്പിക്കാണ്ടൊക്കെ ആവുമ്പോ നമുക്കിത് വേവ് പോകുന്നുള്ളൊരു ഇത് കറക്റ്റ് വെന്തുണ്ട്. പിന്നെ വയറിന് കേടുള്ള സാധനം നല്ലല്ലോ. സർലാസുകളെ അപ്പൊ ഒരു കഴിക്കട്ടെ. ജഗുന് ഇഷ്ടപ്പെട്ടല്ലേ? ജഗുന് ഇഷ്ടപ്പെട്ട പിന്നെ പ്രശ്നമില്ല, അടിപൊളി ട്ടാ എൻ്റെ. അപ്പൊ ഞങ്ങൾ നിർത്താണ്. ഇനി ഞങ്ങളിരുന്ന് കഴിക്കട്ടെ, ആസ്വദിച്ചിരുന്ന് കഴിക്കട്ടെ. ബൈ.